ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു പെണ്ണും ഒരു ഹോട്ടൽ ബോയിയായിട്ട് പരിചയത്തിലായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് പുതിയ പുതിയ ഡിഷ് ഉണ്ടാക്കി കൊടുത്തയക്കലും പുതിയ അവൾ ആവശ്യപ്പെടാതെ തന്നെ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കലാണ് അവൻ്റെ ജോലി കാര്യമായിട്ട്. അപ്പോൾ അത് കൊടുത്തയക്കാൻ വേണ്ടി ഒരാൾ വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്തൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചു അവൾ. അപ്പോൾ മേഡം എനിക്ക് വേണ്ടി എന്താണ് കൊടുത്തയച്ചത് എന്ന് ചോദിക്കുകയാണ് അയാൾ ഫോണിൽ വിളിച്ചിട്ട്. അപ്പോൾ പറയാണ്, എനിക്ക് പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കുന്ന ആളല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി പ്രത്യേക ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തയച്ചിരിക്കുകയാണ്, അതെന്താണെന്ന് തുറന്ന് നോക്ക്, അപ്പോഴറിയാമല്ലോ എന്താണെന്ന്. അവൾ പറഞ്ഞു, ഇത് ഞാൻ അങ്ങോട്ട് തരുന്ന സമ്മാനമാണ്, അതൊന്ന് തുറന്ന് നോക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് തുറന്ന് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കപ്പായിരുന്നു. അതിൽ വേർ ഈസ് ബെസ്റ്റ് സ്റ്റാഫ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്, ആ കപ്പിൻ്റെ മേലിൽ. അപ്പോൾ അവൻ വീണ്ടും ഫോണെടുത്ത് ചോദിക്കുകയാണ്, ഞാനൊരു ബെസ്റ്റ് സ്റ്റാഫാണോ എന്ന് ചോദിക്കുകയാണ്. സോറി, ഷെഫാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ അറിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫ് നിങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കുകയാണ്. അവൾ ചോദിച്ചു, ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ പറയാണ്, ഇന്ന് മുതൽ ആ കപ്പിലാണ് കോഫി എന്നും കുടിക്കേണ്ടത് എന്ന്. ഇത് ഞാൻ എൻ്റെ വീട്ടിലെ ഷോക്കേസിൽ വെച്ചോളാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഷെഫിൻ്റെ പരിപാടിയിൽ ഫസ്റ്റായിട്ട് കിട്ടിയ കപ്പാണിത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള റെസ്റ്റോറൻ്റാണോ എന്നവൾ ചോദിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് കയറിയതേ ഉള്ളൂ. ഇവിടെ ട്രെയിനിങ്ങിലാണ്. ഒരു 6 മാസം കഴിഞ്ഞാൽ പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങും. ഓ, സൂപ്പറായിരിക്കും. അവിടെ ഞാനായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമർ. അവിടേക്കുള്ള ഫസ്റ്റ് ഇൻവിറ്റേഷൻ തനിക്കായിരിക്കും. എൻ്റെ ബെസ്റ്റ് കസ്റ്റമറാണ് നിങ്ങൾ. താങ്ക് യു. ശരിയെന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. സുധിയുടെ കല്യാണത്തിന് നമ്മളെയൊക്കെ ക്ഷണിക്കില്ലേ? പിന്നെ ക്ഷണിക്കാതെ ചന്ദ്രമതി ക്ഷണിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷേ സുധിയേട്ടൻ പക്ഷേ രവിയേട്ടൻ ക്ഷണിക്കുകയൊക്കെ ചെയ്യും. കല്യാണ ദിവസം അയാൾ ഓടിപ്പോവോ എന്തോ, അങ്ങനെയൊന്നും പറയാതെ. ഒരു ഫ്രോഡാണ് അയാൾ. ഒരു കണക്കിന് അയാൾ ഓടിപ്പോയത് നന്നായി. അയാളാണ് ചേച്ചിയെ കെട്ടിയിരുന്നെങ്കിൽ ചേച്ചിയുടെ ലൈഫ് എന്തായേനെ. അയാളേക്കാൾ എത്ര ബെറ്ററാണ് സച്ചിയേട്ടൻ. സച്ചി നല്ലവനാ മോളെ. അപ്പോഴാണ് ശ്രീകാന്ത് അവിടേക്ക് വരുന്നത്. അവൻ ചോദിക്കുകയാണ്, ഹലോ, എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ശ്രീകാന്ത് താനെന്താ ഇവിടെ? ഒരു ദിവസം നിന്നോട് ഞാൻ വീട്ടിൽ വരും എന്ന് പറഞ്ഞില്ലേ, വാക്ക് പാലിച്ചതാ. ഇരിക്കുന്നില്ല, റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴി ഒന്ന് കയറിയതാ. അല്ല, ഇരിക്കും മോനെ. നീ കോളേജിൽ പോകുന്നില്ലേ? ഞാൻ കോളേജിൽ പോകാൻ ഇരിക്കുക. അയ്യോ മോനെ, ഇരിക്ക്, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ആൻറ്റി എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ ഉണ്ടാക്കിത്തരാം. ആൻറ്റി ഇവിടെ ഇരിക്കും, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിത്തരാം. അയ്യോ മോനെ. അപ്പോൾ അവൾ പറയാം, ഞങ്ങളെ പരീക്ഷിക്കാനാണോ പരിപാടി? മോനെ, അതൊന്നും വേണ്ട, ഞങ്ങളുണ്ടാക്കാം. വേണം. ഒരു 10 മിനിറ്റ് വെയിറ്റ്. എൻ്റെ റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അവൻ അടുക്കളയിലേക്ക് പോയി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയാണ്, എന്തുവാടി ഇത്? എനിക്കറിയില്ല, ഞാൻ നിരപരാധിയാ. അവൻ അടുക്കളയിൽ പോയി ദോശയ്ക്ക് മാവ് കലക്കി ഒഴിക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ചെന്ന് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആവാം. ദോശ കലക്കി ഒഴിക്കുന്നു, തക്കാളി മുറിച്ചിടുന്നു, പിന്നെ മറ്റുള്ള മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അവർ 2 പേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു, ടേബിളിൽ എത്തി. അങ്ങനെ മുട്ട മസാല ദോശ റെഡി. നിങ്ങളിരിക്കെ കഴിക്ക്, ദേവു ഇരിക്കെ കഴിക്ക് എന്ന് പറഞ്ഞ് അവൻ ഹോട്ടലിലെ പോലെ അവൻ തന്നെ സെർവ് ചെയ്യുകയാണ്. 2 പേർക്കും പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് അവൻ പറയാണ്, 2 പേരും കഴിക്കുക, എന്നിട്ട് എന്താണ് എന്ന് അഭിപ്രായം പറയാം. അങ്ങനെ 2 പേരും കഴിച്ച്, സൂപ്പർ, കൊള്ളാം. അപ്പോഴാണ് ചന്ദ്രമതി അമ്മ അവനെ വിളിച്ചത്. ഹലോ, എന്താ അമ്മയിന്ന് നേരത്തെ എണീറ്റോ? പോടാ, കളിയാക്കണ്ടടാ. നീ എവിടെയാ? നമ്മളെ വീട്ടിലോ അതോ റെസ്റ്റോറൻറ്റിലോ? 2 അല്ല, ഞാൻ ലക്ഷ്മി അമ്മയുടെ വീട്ടിലാണുള്ളത്. രേവതിയുടെ വീട്ടിലോ? അത് കൊള്ളാം. നീ എന്തിനാണ് അവിടെ പോയത്? ചുമ്മാ വന്നിയാ അമ്മേ, റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴി ഒന്ന് വെറുതെ കയറിയതാ. അവർക്ക് ദേഷ്യം പിടിച്ച്, അവർ ചൂടായി. വെറുതെ വലിഞ്ഞു കയറി പോകണ്ട, അതെന്താ കൊട്ടാരാണോ? നീ എന്തിനാണ് അവിടെ പോകുന്നത്? അവരൊക്കെ നമ്മളെ സ്റ്റാറ്റസിന് ചേർന്ന ആൾക്കാരാ. അവരുമായിട്ട് ഒരു കൂട്ടും വേണ്ട.
അവിടുന്ന് ഒന്നിനെ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ പൊല്ലാപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴവൻ, നീ ദേവിക വിളിച്ചിട്ട് പോയതല്ലേടാ? ഏയ് അങ്ങനെയൊന്നല്ല അമ്മേ, എനിക്കൊന്ന് കയറണമെന്ന് തോന്നി, ഞാൻ കയറി, അത്രയേ ഉള്ളൂ. നീ എന്നോട് കള്ളം പറയണ്ട, ഞാനങ്ങ് വരട്ടെ, നിന്നെ ശരിയാക്കുന്നുണ്ട്. അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് ചന്ദ്രമതി അമ്മ വീണ്ടും ഹലോ 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 എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തു. അവൻ കഴിക്കുന്നിടത്തുനിന്ന് എണീക്കുകയും ചെയ്തു. വലയിലാക്കാൻ വേണ്ടി അവൾ വിളിച്ചതായിരിക്കും. അവൻ്റെ റൂട്ടൊന്ന് മാറ്റി വിട്ടേ പറ്റൂ. നാട്ടിലെത്തട്ടെ. അവൻ്റെയും അവരുടെയും മുഖത്തൊരു വിഷമം. അപ്പോൾ അവൻ കൈയൊക്കെ കഴുകി തുടച്ചിട്ട് പറയാണ്, ടൈമായി, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അവൻ്റെ അമ്മ ഫോണിൽ സംസാരിച്ചത് കേട്ടില്ലേ? അമ്മയുടെ കാര്യം വിട്, അവരങ്ങനെ പലതും പറയും. അപ്പോൾ ശ്രീകാന്ത് നല്ലവനാ, എന്നാലും ഒരെന്നാലുമില്ല. അമ്മ പോയി അമ്മയുടെ ജോലി ചെല്ലേ. അമ്മ അമ്മയുടെ ജോലി നോക്കിയിട്ട് പോയി. അപ്പോഴാണ് അവൾ ശ്രദ്ധയിൽപ്പെട്ടത്, ശ്രീകാന്ത് ഫോൺ എടുക്കാതെയാണല്ലോ പോയത്. ഫോൺ ഇവിടെ ആയിപ്പോയല്ലോ. അപ്പോൾ രേവതി രാവിലെ എണീച്ച് മുറ്റടിക്കുകയാണ്. അപ്പോൾ അമ്മ വന്ന് പറയുകയാണ്, അയ്യോ മോളെ, നീ കാലിന് വയ്യാതെ എന്താ നീ ചെയ്യുന്നത്? നീയാണോ മുറ്റടിക്കുന്നത്? ഇതൊക്കെ അമ്മ ചെയ്യില്ലേ? മോളാ ചൂലിങ് തന്നെ. വേണ്ടമ്മേ, ഞാൻ അടിച്ചോളാം. വേണ്ട, നീങ്ങ് തന്നെ. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. മോൾ അടങ്ങി ഒതുങ്ങിയിട്ട് അകത്ത് പോയിരിക്കും, അമ്മ അടിച്ചു വരാം, ആ ചൂലിങ് തന്നെ. അമ്മ പിടിച്ചേട്ടി മാച്ചിൽ വാങ്ങിച്ചിട്ട് അമ്മ അടിച്ചു വരികയാണ്. അപ്പോൾ അതവൾ ശ്രദ്ധിച്ച് കാണുകയാണ്. അപ്പോൾ പരസ്പരം ചിരിക്കുകയാണ്. അവർ രേവതിയോട് ചോദിക്കുകയാണ്, അമ്മ എണീറ്റല്ലോ? ആ എണീറ്റു. അവർ മുറ്റമടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് രേവതിയെ നോക്കുന്നുണ്ട്, പരസ്പരം ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനതാ ഓട്ടവും നടത്തവും ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് സമയം നോക്കി നിന്ന് അവരെ അടിച്ചു വരുന്നത്. എന്നിട്ട് എന്നിട്ട് മുട്ടിന് മേലെ കൈയൊക്കെ കൊടുത്തിട്ട് കുനിഞ്ഞ് നിന്നിട്ട് പറയാണ്, മോളെ രേവതി, ഇവിടെ വല്ലതും കളഞ്ഞു പോയോ? ആരുടെയും കമ്മലോ മറ്റെന്തെങ്കിലും കളഞ്ഞു പോയോ? എന്താ അച്ഛാ ചോദിച്ചേ? അല്ല, ചന്ദ്ര ഇവിടെ തിരയുന്നത് കണ്ടിട്ട് ചോദിച്ചതാ. ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിച്ച്, തിരയല്ല, മുറ്റടിക്കുക. ഓ, മുറ്റടിക്കുക. അച്ഛൻ രേവതിയോട് പറയാണ്, മുറ്റടിക്കുക. അപ്പോൾ അച്ഛൻ, ആ പിന്നെ നിനക്ക് എന്താ എനിക്ക് മുറ്റടിച്ചൂടെ? ആ പിന്നെ മോളിത് എഴുതി വെച്ചേക്കണേ, വല്ലപ്പോഴും നീലക്കുരിഞ്ഞ് പൂക്കുന്നത് പോലുള്ള കാഴ്ചയാ, കളിയാക്കണ്ട എന്നും പറഞ്ഞ് മുറ്റടിച്ചുകൊണ്ടിരുന്ന ചൂലവിടെ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞ് എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് വെള്ളം മുറ്റത്തൊക്കെ തളിക്കുകയാണ്. മുറ്റത്ത് വെള്ളം തളിച്ച് അച്ഛൻ്റെ മേത്തൊക്കെ തളിക്കുന്നുണ്ട്, ദേഹത്തൊക്കെ ആയി. അച്ഛനും രേവതിയോടൊന്ന് ചിരിക്കുകയാണ്. മാറി നിന്നിട്ട് അവരങ്ങോട്ടേക്ക് മാറി നിന്ന്. അപ്പോഴേക്കാണ് നമ്മളെ പാറു അമ്മ അവിടെ വന്നത്. പാറു ചേച്ചി പറയുകയാണ്, അയ്യോ മുറ്റടിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? പാറു ചേച്ചി ഇത് കണ്ട് നിലവിളിക്കുകയാണ്, അയ്യോ ചന്ദ്രക്കുഞ്ഞ് ചന്ദ്രക്കുഞ്ഞ് ചന്ദ്രക്കുഞ്ഞ്, അയ്യോ വെള്ളം തളിക്കല്ലേ. എന്താ പിന്നെ പാലും തേനും വേണോ തളിക്കാൻ? അയ്യോ ചാണകമാണ് തെളിക്കേണ്ടത്. അയ്യേ ചാണകവെള്ള. അപ്പോഴത്തേക്കും അവർക്ക് ഓക്കാനൊക്കെ വന്നു. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, ആ ഇവിടെ മുറ്റത്തൊക്കെ ചാണകവെള്ളമാണ് തളിക്കുന്നത്. എന്നാ വേണമെങ്കിൽ നിനക്ക് അതും ചെയ്യാൻ ചന്ദ്രേ. അയ്യോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. പശുത്തൊഴുത്തിൻ്റെ അടുത്ത് പോയാൽ തന്നെ എനിക്ക് ഓക്കാനം വരും. അപ്പോഴാണ് ചാണകവെള്ളം തെളിക്കുന്നത്. എന്നെക്കൊണ്ടൊന്നും വയ്യ. അപ്പോഴാണ് ആ വഴിക്ക് അച്ചമ്മ വന്നത്. അപ്പോൾ അവർ ഓടി വരികയായിരുന്നു. ചന്ദ്ര സ്തംഭിച്ച് അച്ചമ്മയെ കണ്ടിട്ട് അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും പരസ്പരം അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അതായത് അച്ഛനും രേവതിയും കൂടിയിട്ട്. ചന്ദ്ര തിരിഞ്ഞു നിന്ന് അച്ചമ്മയെ കണ്ടിട്ട് എന്നിട്ട് അച്ഛനോട് പറയാണ്, എന്നെക്കൊണ്ട് പറ്റും. അച്ഛനും രേവതിയൊക്കെ അതാ ചിരിക്കുകയാണ്. പാറു ചേച്ചിയോട്, എവിടെ ചാണകം? ഇതാണ് ചാണകം. ഈ ചാണകം ആ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കിക്കോ. അപ്പോഴേക്കും അച്ചമ്മയും അവിടെ തന്നെ എത്തി. അച്ചമ്മ, നീയാണോ ചാണകം കലക്കിയിട്ട് മുറ്റം തെളിക്കുന്നത്? അതേ അമ്മേ. പാവൻ രേവതി, അവളുടെ കാലുകൊണ്ട് തീരെ വയ്യ. അവളെ കൊണ്ട് എങ്ങനെയാ ചെയ്യിപ്പിക്കുക? ഓ എന്നാൽ ശരി, എന്നാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ, നീ തന്നെ തെളിച്ചോ. ചന്ദ്ര അടിച്ചു വരുന്ന ചൂല് കൊണ്ട് തന്നെ ഇട്ട് ഇളക്കുകയാണ്. അപ്പോൾ പാറു ചേച്ചി പറയാണ്, അയ്യോ ചന്ദ്രക്കുഞ്ഞ് കൈയിട്ടിട്ട് വേണം ഇളക്കുക എന്ന് പറഞ്ഞ് ആ ചൂലൊക്കെ വാങ്ങിച്ച് ചാടി. അപ്പോഴേക്കും ചന്ദ്രക്കുഞ്ഞിതാ ഒരു വിരൽ മാത്രം ഇട്ടിട്ട് പരസ്പരം ഇവരൊക്കെ നോക്കിയിട്ടാണ് കലക്കുന്നത്. അവർക്ക് പിടിക്കാത്ത കാര്യമാണല്ലോ ഇത്. അതുകൊണ്ട് അവരെ നോക്കുകയും ഇളക്കുകയും ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്.
എല്ലാവരും പരസ്പരം ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ ഇടയ്ക്ക് കയറി പറയാണ്, ചന്ദ്ര വിരൽ വെച്ചല്ല ഇളക്കേണ്ടത്, കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കലക്കിയെടുക്ക്. ചന്ദ്രക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നു, അതിൻ്റെ ഇടയിൽ ഇതാ കൈ വെച്ചിട്ട് തന്നെ ഇളക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, അങ്ങനെ അച്ഛമ്മ അങ്ങനെയാണ് വേണ്ടത്, നന്നായിട്ട് ഇളക്കിയിട്ട് അതിന് ശേഷം അങ്ങോട്ടേക്ക് നീട്ടി തളിക്ക് ചന്ദ്രയെ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇതാ ഛർദ്ദിക്കാൻ വന്നുകൊണ്ട് ഇതാ എല്ലാം ചെയ്യുന്നു ഒറ്റയ്ക്ക് തന്നെ. അങ്ങോട്ട് നീട്ടി തളിക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നതിനിടയിൽ ഇതാ നീട്ടി തളിക്കുന്നു. ചന്ദ്രക്കാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലാണുള്ളത്. അപ്പോഴേക്കും നമ്മളെ താര അങ്ങോട്ട് വന്നു, സച്ചി അതെന്തോ കഴിച്ചുകൊണ്ടേ വരികയാണ്. അപ്പോൾ ഇത് കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് അമ്മ ചാണകം തളിക്കുന്നത് കണ്ടിട്ട്. അവൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, അയ്യേ ഞാൻ എന്തായി കാണുന്നേ, അമ്മ ചാണകം തളിക്കുകയാണോ? അച്ഛാ എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരൂ, എന്നെ പിടിക്കച്ചാ എന്ന് പറഞ്ഞവൻ അച്ഛൻ്റെ മേലേക്ക് ചാഞ്ഞ്. അത് കഴിഞ്ഞ് അവൻ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അമ്മ തന്നെയാണോ ഇത്? എനിക്കിത് വിശ്വസിക്കാവോ? ഇതെന്താ ഇവിടെ നടക്കുന്നേ? എന്താ അമ്മ ഇത് പറ്റിയേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? എടാ മിണ്ടാതെ പോടാ, ഈ ചാണക വെള്ളം എടുത്ത് ഞാൻ ഇതിൻ്റെ തലവഴി ഒഴിക്കും. വാ മോനെ, അല്ലെങ്കിൽ രാവിലെ തന്നെ ചാണകവെള്ളത്തിലാവും ഇന്നത്തെ ഇത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പോവുകയാണ്. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛമ്മയും പോയി, രേവതിയും പോയി, പാർച്ചേച്ചിയും പോയി, എല്ലാവരും പോയി. അവർ മാത്രമാണ് അവിടെ ഉള്ളത്. അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. സച്ചി പോകുന്നതിനിടയിൽ പറയാണ്. അകത്ത് പോയിട്ട് അച്ഛനും മകനും ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. അച്ഛാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് അമ്മ തന്നെയാണോ? അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അച്ഛമ്മയും രേവതിയും അതും നോക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ വല്ലാതെ സ്മെല്ല് എന്ന് പറഞ്ഞ് കൈയൊക്കെ കുടഞ്ഞ് സാരിയിലൊക്കെ തുടച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അവിടെ നിന്ന്. സച്ചി പോയിട്ട് രേവതിയെ നുള്ളി എന്നിട്ട് പറയാം, അയ്യോ അമ്മയെന്ന് പറഞ്ഞ് രേവതി നിലവിളിക്കുന്നു. അപ്പോൾ അല്ല രേവതി, ഇത് ഞാൻ സത്യമാണെന്ന് നോക്കിയത്, എനിക്കെന്തോ സംഭവിച്ചോന്നറിയാൻ വേണ്ടിയിട്ട്. അത് എന്നെയല്ല നുള്ളേണ്ടത്, നിങ്ങളെയാണ് നുള്ളേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ അവനെ തിരിച്ചു നുള്ളുകയാണ്. അവൾ നന്നായിട്ട് നുള്ളി, അവനൊന്നും അറിഞ്ഞതേ ഇല്ല. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ? അപ്പോൾ അവൻ പറയാം, ഞാൻ സ്വപ്നം കാണുകയല്ലേ. ചന്ദ്ര വെള്ളം കോരി തളർന്ന് അതിനുശേഷം ഇവരൊക്കെ ഇവിടുന്ന് നോക്കി നിൽക്കുക, ചിരിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ രേവതിയുടെ അനിയത്തി ഉണ്ടല്ലോ, അവൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ഷെഫ് ശ്രീകാന്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, ഒന്ന് വിളിക്കാവോന്ന്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളാരാ? ഞാനൊരു റിലേറ്റീവാണ് അവരുടെ, ഒന്ന് വിളിക്കാവോ? അവളോട് പറഞ്ഞു, നിങ്ങളിരിക്കുക ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞ് അവൾ അവിടെ പോയി ഇരുന്ന് അവൻ ഫോണിൽ വിളിക്കുകയാണ്. ശ്രീകാന്ത്, നിന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, നിൻ്റെ റിലേറ്റീവാണെന്നാണ് പറഞ്ഞത്. ശരി എന്നാൽ ഓക്കെ വേമ്പാ. ഹായ് ദേവു, നീ എന്താ ഇവിടെ? ഞാനിവിടെ കോളേജിൽ പോകുന്ന വഴി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അതിൻ്റെ കൂടെ നിൻ്റെ ഫോണും കൂടി തരാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഫോൺ അവിടെ വെച്ച് മറന്നാണല്ലോ വന്നത്. തൻ്റെ വീട്ടിലാണ് മറന്നു വെച്ചതെന്ന് എനിക്കറിയായിരുന്നു, രാത്രിയിൽ തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്നും കരുതി. തനിക്കെന്തോരം കോള് വരുന്നതാ, അതാ കൊണ്ടുതന്നത്. എന്നെയൊക്കെ ആര് വിളിക്കാനാ? ഒരു പെണ്ണുണ്ടല്ലോ തൻ്റെ ഫാൻ, അവൾ എത്ര തവണ വിളിച്ചെന്നറിയോ? ഒരുപാട് തവണ അവൾ വിളിച്ചു. വീട്ടിൽ നിന്ന് തൻ്റെ അമ്മയും വിളിച്ചിരുന്നു. എന്നാൽ പിന്നെ തനിക്കെടുത്ത് സംസാരിക്കാമായിരുന്നില്ലേ? എന്തിന്, വഴക്ക് കേൾക്കാനോ? രാവിലെ വന്നപ്പോൾ തൻ്റെ അമ്മ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാ. സോറി ദേവു. അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അതൊക്കെ പോട്ടെ, സാരമില്ല. അപ്പോൾ വിളിക്കുന്ന പെണ്ണാരാ? ഫാനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? നീ ഒന്ന് ചുമ്മാതിരുന്നേ, അവളുടെ മുഖം പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അപ്പോൾ അവൾ പെണ്ണല്ലേ? എന്നാൽ പിന്നെ ആണ് പെൺശബ്ദത്തിൽ വിളിച്ച് നിന്നെ പറ്റിക്കായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവൾ പറയാണ്, താനൊരു കാര്യം ചെയ്യ്, താൻ അവളെ ഒന്ന് വീഡിയോ കോൾ വിളിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ, ആരാന്ന് നോക്കുകയും സംസാരിക്കുകയും ചെയ്യാമല്ലോ. ആണായാലെന്താ പെണ്ണായാലെന്താ? അതെൻ്റെ ഫ്രണ്ട് മാത്രമാണ്. ഇന്ന് ഫ്രണ്ട്, നാളെ പ്രണയത്തിൽ എത്തിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. നല്ല സമയം. അപ്പോൾ അവൾ പറയാണ്, എടുക്ക്. ഹലോ ഷെഫ്, ഞാൻ എത്ര തവണ വിളിച്ചു, താൻ ഇതുവരെ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് വിട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, എൻ്റെ ലഞ്ചിൻ്റെ സമയമായില്ലേ, അതിൻ്റെ സമയത്ത് കഴിക്കണ്ടേ?
അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും. അപ്പോഴാണ് ദേവു അപ്പുറത്തുനിന്ന് നുള്ളിയത്. ആരാ അവിടെ? ആ, ഇത് എൻ്റെ മറ്റൊരു ഫാനാ. അവൾ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ദേവു പറയുന്നത്, ഫോണിങ് തന്നെ, ഞാനൊന്ന് അവരോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, തന്നോടായിരിക്കും ഇവൾക്ക് സംസാരിക്കണം പോലും, ഞാൻ ഫോൺ അവൾക്ക് കൊടുക്കാമെന്ന്. ഹലോ, ഞാനിവൻ്റെ ഒരു ആരാധികയാ. നിങ്ങളെന്താ പേരും സ്ഥലവും ഒക്കെ മറച്ചു വച്ചിരിക്കുന്നത്? ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളെ വെച്ച് അയാളെന്താ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാണോ? ഏയ്, അവൻ നിരപരാധിയാ. ഞാനാണ് ഇതൊക്കെ നടത്തുന്നത്. ദിവസം എന്താ നിങ്ങളെ പേര്? ദിവസം ഓരോ പേരാ. ഇന്നത്തെ പേര് നില. അപ്പോൾ നാളത്തെ പേരോ? അത് നാളെ പറഞ്ഞാൽ പോരെ? അപ്പം നിങ്ങളെന്താ പോലീസിനെ കബളിപ്പിച്ച് നടക്കുന്ന ഒരു ക്രിമിനലാണോ? അപ്പോൾ അവൻ, ഏയ്, അതാണോ നിങ്ങളെ ദിവസം ഓരോ പേര് നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ, നിങ്ങളെ പേരെന്താ? നിങ്ങളാരാ? നിങ്ങളെ പേരെന്താ? ഞാൻ ഇയാളുടെ നിങ്ങൾ അയാളുടെ ആരാ? ഞാൻ ഇയാളുടെ ബെസ്റ്റ് ഫാനാ. എൻ്റെ പേര് ദേവിക, ഫസ്റ്റ് കസ്റ്റമറും. അപ്പോൾ അതെപ്പാ? താൻ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ചൂടുവെള്ളം തന്നില്ലേ ഫസ്റ്റ്? ശരി, എനിക്ക് ജോലിക്ക് കയറാൻ ടൈമായി. ഫോൺ അയാൾക്ക് കൊടുക്ക്. ഹലോ, നിങ്ങൾക്ക് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ഏയ്, ഇത് ഗേൾ ഫ്രണ്ടല്ല, ബോയ് ഫ്രണ്ടാ. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ ശരി എന്ന് പറഞ്ഞ് അവൻ വെച്ചു. അത് കഴിഞ്ഞ് ചന്ദ്രമതി അമ്മ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ്, എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? കൊല്ലാനോ? അല്ല, ഞാൻ ജോലി ചെയ്ത് മരിക്കും. ഞാനായിട്ട് വന്നതല്ല, നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. അവൾക്ക് സ്വർണം വാങ്ങാനുള്ള പണത്തിന് ആവശ്യമായിട്ട്. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? രാവിലെ മുതൽ എണീച്ച് ഞാൻ ജോലി ചെയ്യുക. അതും ഇന്നേ വരെ ചെയ്യാത്ത ജോലിയൊക്കെയാണ് ചെയ്യുന്നത്. ചാണകവെള്ളം പോലും ഞാൻ തളിച്ചു. ഇനി ഈ കൈ കൊണ്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുക? അവർക്ക് പറയുമ്പോൾ തന്നെ ഓക്കാനം വരുന്നു. നിങ്ങൾക്ക് സന്തോഷമായി അല്ലേ? എനിക്കെന്ത് സന്തോഷം. കാശ് കിട്ടണമെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യേണ്ടി വരും. എനിക്കിനി ഈ ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ പോയാൽ സുധിയുടെ കല്യാണത്തിന് ഞാൻ കിടപ്പിലായിരിക്കും. നല്ല രവിയേട്ടനല്ലേ? രവിയേട്ടൻ പോയി അമ്മയോട് കാശ് ചോദിക്ക്. സുധിയേട്ടൻ്റെ കല്യാണത്തിന് ക്യാഷ് വേണം എന്ന് പറയും അമ്മയോട്. അതേ, ഞാൻ ആദ്യമേ പറഞ്ഞത് അമ്മയുടെ അടുത്ത് ഞാൻ കാശ് ചോദിക്കില്ല എന്ന്. നീ വേണമെങ്കിൽ നീ പോയി ചോദിക്ക്. ചന്ദ്രേ, നീ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. വളരെ സന്തോഷമാവുകയും ചെയ്തു. അമ്മ എന്നോട് പറയുക, ചന്ദ്രമതി ഇത്രയും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല എന്ന്. സന്തോഷമായി എന്ന്. ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതിൽ അമ്മ നല്ല സന്തോഷത്തിലാണെന്ന്. അങ്ങനെ പറഞ്ഞോ? പിന്നെ അല്ലാണ്ട്. അപ്പം ചന്ദ്രയ്ക്ക് നല്ല സന്തോഷവും ആശ്വാസമായി. നീ ഇപ്പം ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ക്യാഷിനായിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ മനസ്സറിഞ്ഞ് തന്നെ നിനക്ക് അങ്ങോട്ട് തരും. പുന്നാര മരുമോളെ, നിനക്ക് കാശ് എത്രയാണ് വേണ്ടത്? ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് അമ്മ സന്തോഷത്തോടെ നിനക്ക് തരിക ചെയ്യും. ചന്ദ്രയ്ക്ക് ഇത് കേട്ട് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.